നമസ്കാരം. മെട്രോ മലയാളം ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥികൾ മുസ്തഫ ആൻഡ് അൽമന എന്ന ലീഗൽ ആൻഡ് കൺസൾട്ടിംഗ് ഫേമിൻ്റെ ചെയർമാനും കോ ഫൗണ്ടറുമായ ശ്രീ മുസ്തഫയും കോ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ അദ്ദേഹത്തിൻ്റെ പത്നി അൽമനയും, കൂടാതെ മുസ്തഫ ആൻഡ് അൽമനയുടെ ഓസ്ട്രേലിയൻ റെപ്രസെൻറ്റേറ്റീവും വേൾഡ് മലയാളി കൗൺസിൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ചെയറുമായ ശ്രീ ഇർഫാൻ മാലിക്കും. അപ്പം നമുക്കൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. മുസ്തഫ അൽമന എന്ന ലീഗൽ ആൻഡ് കൺസൾട്ടിംഗ് ഫേമിന്റെ ഇതുവരെയുള്ള നാൾ വഴികൾ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് നിങ്ങൾ തുടങ്ങി ദുബായ് വഴി ലോകത്തിന്റെ പല ഭാഗത്തും, ഇപ്പോൾ ഓസ്ട്രേലിയ ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗത്തും നിങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ ആ ഒരു നാൾ വഴികൾ, ആ ഒരു യാത്ര നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാമോ? First of all, let us thank Metro Malayalam channel for giving us this opportunity. Hello to all our viewers and listeners. Musthafa and Almana, actually we started our law practice as any other lawyer would have started in India, Kerala. Basically, I am from a place called Talicheri എന്ന് പറയും. അത് വളരെ ലീഗലി ഭയങ്കര ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തലശ്ശേരി. വൈ? ബിക്കോസ് തലശ്ശേരിയിലാണ് ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ കോർട്ട് ഇൻ അൺഡിവൈഡഡ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ്. അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തലശ്ശേരി. സോ ഐ ആം ലക്കി ടു ബി ഫ്രം that part of the state. And Almana actually is from central Kerala kind of. She's from her father is from Guruvayur and she is settled in Kochi. അപ്പോൾ ഞങ്ങളുടെ ഒരു ജേർണി എന്ന് പറയുന്നത് 1992 ഞങ്ങളുടെ ഫസ്റ്റ് ലീഗൽ പ്രാക്ടീസ് ഞങ്ങൾ മുസ്തഫ അൽമന എന്നുള്ള ഒരു ബ്രാൻഡിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. First office, of course, it was in Telicheri, and then immediately we opened an office in Calicut in the neighboring district. Then 94 ഞങ്ങൾ ഹൈക്കോർട്ടിലേക്ക് ഞങ്ങളുടെ പ്രാക്ടീസ് ഷിഫ്റ്റ് ചെയ്തത്. So by then 94-91 we have become one of the upcoming young law firm. ഞാൻ പ്രാക്ടീസ് വന്നത് 1987 enrolled as a lawyer, and Almana joined me. She enrolled in the year 1991. Then we started. അപ്പോൾ എറണാകുളത്ത് വളരെ എന്താ പറയുക സുഖമായിട്ട് ഹൈക്കോടതി വക്കീലായിട്ട് കഴിഞ്ഞു. 95-96 ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസ് ആയി. We have 2 district court headquarters to support our high court practice എന്ന് കേൾക്കുമ്പോഴാണ് ഒരു വളരെ ആക്സിഡന്റൽ ആയിട്ടുള്ള ഒരു UAE ഒരു ദുബായ് ട്രിപ്പ്. അതൊരു വളരെ എന്താ പറയുക, അതൊരു വളരെ ഒരു അൺപ്ലാൻഡ് ആയി. ബിക്കോസ് ആക്ച്വലി we were the first shopping festival Indian family visitors to Dubai in 1996. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കാണാൻ വന്നതാണ്. അപ്പോൾ ഞാനും അൽമനയും നമ്മളുടെ 2 ബോയ്സും ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് there is a huge crowd of Indian diaspora who are having അപ്പോൾ ഞങ്ങൾ ഇവിടെ ഹൈക്കോടതി അഭിഭാഷകൻ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ദുബായിൽ നിങ്ങൾക്കറിയാലോ ഹോസ്പിറ്റാലിറ്റി. Even if you come to Dubai, there will be a lot of people, throwing parties, So wherever, we were, invited by a lot of our friends, നമ്മളുടെ law കോളേജിൽ പഠിച്ചതും അതുപോലെ തന്നെ എല്ലാവരും വിളിച്ച് ഈ ഗാദറിംഗിലൊക്കെ പോയപ്പോഴും people started asking like, sir, ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ആറ്റിങ്ങിൽ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ആലുവയിൽ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് വടകരയിൽ ഒരു പ്രശ്നമുണ്ട്. Then this idea stuck on my mind. Why can't we have an outlet in UAE to take care of our people's Keralites legal issues back home in Kerala? അതാണ് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഇന്നോവേറ്റീവ് തോട്ട് പ്രോസസ്. അങ്ങനെയാണ് ഞങ്ങൾ UAEയിൽ ഞങ്ങൾ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ we came to know that Indians cannot open their own office as we can do it in Kerala or India. So you need to have a local lawyer, UAE lawyer, for that, under whom you can build up your practice. So naturally we give our proposals to a couple of law firms,
one of the law firm showed interest and we entered into a JV, and that's how 97 June the first outlet outside India by an Indian law firm was happened in 1997. So അതൊരു ലീഗലി പറയുകയാണെങ്കിൽ ഒരു ലീഗൽ ഹിസ്റ്ററി ആയിരുന്നു. സാധാരണയാണെങ്കിൽ അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാൻ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ലോയർ ഒരിക്കലും ചെയ്യില്ല. കാരണം നമ്മള് ഇതിങ്ങനെ സാഹചര്യം അതിന്റെ സ്കോപ്പ് മനസ്സിലാക്കിയിട്ട് എക്സ്റ്റെൻഡഡ് അവർ ഓഫീസ് സെറ്റപ്പ് തന്നെ പറയുന്നു. പിന്നെ ദുബായിയുടെ ഒരു അഡ്വാൻറ്റേജ് ഞങ്ങൾ കണ്ടെന്താന്ന് പറഞ്ഞാൽ from Dubai to every city in India was 3.5 hours. Whereas ഞങ്ങൾക്ക് ഇപ്പോൾ കൊച്ചിന്ന് ഒരു കൊൽക്കത്തയിൽ ഒരു മാറ്ററിന് പോകണമെങ്കിൽ we'll have to take 2 flights and it will consume about 6 hours. Delhi പോവാണെങ്കിൽ it will take 5 hours, 5.5 hours. As ഇവിടെ നിന്നാകുമ്പോൾ 3.5 hours ഞങ്ങൾക്ക് എവിടത്തേക്കും പോകാന്നുള്ളൊരു. So as far as India was concerned, we were centrally located in Dubai. ഇതാണ് ഞങ്ങളുടെ ഒരു ദുബായ് സ്റ്റിന്റ്. സോ വെൻ ദുബായ് stint came as success, then we started looking at beyond Dubai. അപ്പോഴെപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പോഴാണ് ഞങ്ങൾ UK ഞങ്ങൾ നോക്കിയപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായത് എല്ലാവരും പറയുന്നത് ഗൾഫിലുള്ള ആളുകളാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്, അവിടെ നിയമമില്ലാണ്. പക്ഷേ we found that it was not true. ഗൾഫില് പ്രത്യേകിച്ച് UAE വളരെ നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ. പക്ഷെ ഞങ്ങൾ when we went to UK, we found that Indian community there is in much more shambles than those who are in Dubai. അവിടെ സിറ്റിസൺഷിപ്പ് എടുത്ത ആളുകൾക്ക് ഒരു രീതിയിലുള്ള പ്രശ്നമുണ്ട്, അല്ലാത്ത ആളുകൾക്ക് വേറെ പ്രശ്നം. സോ which has prompted us to setting up an office in UK, in London. So meanwhile, when we were doing litigations also, our first 10 years in India was out and out litigation from municipal courts, magistrates courts to high court to Supreme Court. Then we have ഞങ്ങളുടെ law firm ഇപ്പം 92 to 2020 എന്ന് പറയുമ്പോൾ 28 years ആയി. ഞങ്ങളുടെ ഒരു 3 കാലഘട്ടമുണ്ട്. First 10 years, second 10 years, now we are in the third decade. In first 10 years we were in Kerala. Out and out practice. Then second 10 year was in 97 to 2007. 97 ഞങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് 2007 എന്ന് പറയുമ്പോൾ 2007 ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കൺസൾട്ടിംഗ് ഫേം. That was the first consulting firm by a law firm globally. Globally, you look at UK by Magic Circle law firms in the top 100 lawyers, law firms in US and Australia, top law firms. But none of them were having consulting firms. ഈ ഒരു കൺസെപ്റ്റ് ഞങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറയാം. When we looked at the audit firms, നമ്മളിപ്പോ big four എന്നൊക്കെ പറയുന്നത്, ഇപ്പോഴത്തെ വളരെ ഫേമസ് PwC. PwC is very famous now in Kerala. അവരൊക്കെ തന്നെ ബേസിക്കലി ഓഡിറ്റേഴ്സ് ആയിരുന്നു, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരുന്നു. ബട്ട് ദെൻ ദേ വെഞ്ചേർഡ് ഇൻ ടു കൺസൾട്ടിങ്. അങ്ങനെയാണ് ഈ ബിഗ് ഫോർ വരുന്നു, പിന്നെ ഡെലോയിറ്റ് വരുന്നു, മെക്കൻസി വരുന്നു. ഇവരൊക്കെ ഞങ്ങൾ നോക്കിയപ്പോഴും കാണുന്നുണ്ടാണ് ഇവർ കൺസൾട്ടിങ് ചെയ്യുന്നു. ഒരു ക്ലയന്റിന് അവർ കൺസൾട്ടിങ് കൊടുക്കുക, അവരുടെ ബിസിനസ് സ്ട്രാറ്റജി, എവറിത്തിങ്, മാനേജ്മെന്റ് എല്ലാം. പക്ഷേ ലീഗൽ വരും, they have to go to another law firm. So this idea caught on me and I thought, why can't we have? So അങ്ങനെ ഫസ്റ്റ് കൺസൾട്ടിംഗ് ഫേം ഞങ്ങളുടെ ദുബായിൽ 2007 സ്റ്റാർട്ട് ചെയ്തു, Musthafa and Almana International Consultants. So in UAE we have two entities. One is the Musthafa and Almana Associates, which is a legal consultancy based out of Ras Al Khaimah. ദുബായിൽ ഞങ്ങളുടേത് Musthafa and Almana International Consultants. ഇപ്പോൾ 2007 ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോഴും when we look at it, 2016 Clyde & Company, DLA Piper, Incent Company alone, with much fanfare, they announced opening of consulting firm. And we thank God, we had about 8-9 years back, we have ventured into it. ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്, ഞങ്ങളുടെ ഒരു മലയാളികൾ എപ്പോഴും പറയുന്നുണ്ട് ചന്ദ്രനിൽ വരെ ചായക്കട തുടങ്ങുന്നുള്ള ആ ഒരു എന്റർപ്രനോറിയൽ ഒരു മൈൻഡ് സെറ്റ് ഞങ്ങൾക്ക്.
പിന്നെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ 2 lawyers തുടക്കത്തിലുള്ളത് കൊണ്ടുണ്ടല്ലോ, we could bifurcate and we could share and we could actually share the burdens. So Almana has played a major role in what Musthafa and Almana to be like here. ഇത് ഞാൻ തന്നെ സംസാരിക്കുന്നത് എന്നെ എപ്പോഴും ഇവർ സ്പോക്സ് പേഴ്സൺ ആക്കിയിട്ട് വെക്കലാണ്. അപ്പോ വേറെ നിങ്ങൾ മുസ്തഫ അൽമനെ വേറെ ഒന്ന് നോക്കേണ്ടത് you see this is the first law firm and consulting firm which have believed in gender equality. നമ്മളിപ്പം വിമൻ എംപവർമെന്റ് ഒക്കെ പറയാറ്. So Musthafa and Almana has that uniqueness also, gender equality in the we are equally we are equally sharing the our knowledge patterns and all that stuff. So idana UAE ennalle പിന്നെ UAE ന്ന് beyond വന്ന് UK ൽ വന്നപ്പോൾ ഞങ്ങൾ ഈ കൺസൾട്ടിംഗിലേക്ക് വന്നു. Then 2012-13 we started traveling to US and all that. അവിടെ പോയപ്പോൾ ഈ പറഞ്ഞതിനേക്കാളും കഷ്ടമാണ് അവിടെ. When we went to both East Coast and West Coast. ഞങ്ങളുടെ ഫസ്റ്റ് ഒരു ഐഡിയ ഫസ്റ്റ് വന്ന് ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോയില് ഞങ്ങളുടെ ആക്ച്വലി സ്പീക്കിംഗ് സാൻ ഫ്രാൻസിസ്കോയിലാണ് പോയി. ഞങ്ങൾ ന്യൂയോർക്കിൽ പോയി, അത് കഴിഞ്ഞ് സാൻ ഫ്രാൻസിസ്കോയിൽ പോയി ടു ഡു എ കൈൻഡ് ഓഫ് ഒരു ഫാക്ട് ഫൈൻഡിങ് മിഷൻ. അതുപോലെ തന്നെ ഞങ്ങൾ ന്യൂയോർക്കും സാൻ ഫ്രാൻസിസ്കോന്റെ ഒരു ചോയ്സ് വന്നപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ ഞങ്ങൾ പോയപ്പോഴൊരു again there was a very interesting an incident happened. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു സാൻ ഫ്രാൻസിസ്കോ കാലിഫോർണിയ ബാറിലുള്ള ഒരു IBA അമേരിക്കൻ ബാർ അസോസിയേഷന്റെ ഒരു പ്രസിഡന്റ്, അയാൾ പറഞ്ഞു മുസ്തഫ you go meet this guy, his name is Mark Beer or something. അയാളെ വിളിച്ചു, അയാൾ പറഞ്ഞത് എൻ്റെ ഡൗൺ ടൗണിലാണ് ഓഫീസ്. ഞങ്ങൾ ഡൗൺ ടൗൺ ഇയാൾ പറഞ്ഞ അഡ്രസ്സിൽ പോയി ഞങ്ങൾ മുകളിലേക്ക് കയറി. So lift was entering into a premises. അവിടെ നോക്കുമ്പോൾ ഞാൻ കണ്ടത് കംപ്ലീറ്റ് ഈ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നില്ല ബാറ്, അതുപോലെ ബോട്ടിൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കൗണ്ടറാണ് ഞാൻ നേരെ കണ്ടത്. ഞാൻ വിചാരിച്ചു തെറ്റിപ്പോയി. ഞാൻ തിരിച്ചു പോകുമ്പോൾ ഒരു റിസപ്ഷനിസ്റ്റ് ആണ്, മിസ്റ്റർ മുസ്തഫ, മിസ്റ്റർ ബീർ ഈസ് വെയിറ്റിംഗ് ഫോർ യു. അപ്പൊ ഇതൊരു ലോ ഓഫീസിന്റെ അകത്താണ് ഇതുള്ളത്. ഞാൻ ഈ ഓഫീസിനകത്തേക്ക് കയറിപ്പോയി, ഇദ്ദേഹത്തിനെ കണ്ടിട്ട് ഞാൻ ഇന്നാണ് പുറത്തു വന്നത്. നമ്മൾ സംസാരിച്ചാലും കഴിഞ്ഞ് ഞാൻ ചോദിച്ചാൽ ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഞാനിത് ആദ്യമായിട്ടാണ് ഒരു വക്കീൽ ഓഫീസിന്റെ അടുത്ത് ഒരു ബാറ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊന്നും ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ഒരു കക്ഷികൾ അവിടെ വരുന്നുണ്ട് എന്നതിന് അദ്ദേഹം പറഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു concept. Yes, Musthafa, yeah. I think you are coming after visiting offices in New York, right? So he was wearing a jeans and a t-shirt. ഇവിടെ എന്ന് പറയുന്നത് ഹിപ്പിസം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. We see life as simple as it can be. പിന്നെ ഇതിന്റെ ഇവിടെ ഈ ബാറ് വെച്ചിട്ട് നിങ്ങൾ കണ്ടില്ലേ, ന്യൂയോർക്കിൽ നിന്നെല്ലാം എല്ലാവർക്കും നെറ്റ്വർക്കിംഗ് എന്നും പറഞ്ഞിട്ട് വൈകുന്നേരം ഓഫീസ് പറഞ്ഞിട്ട് ഓരോ ബാറിൽ പോയി എന്നിട്ട് അവിടെ ക്ലയൻസ് വരും എന്നിട്ട് ഇതാക്കും. So I told my friends, don't go to nightclubs or anything. You have a safer place here. So after office hours, you come here. We can have beer or peg or whatever. So ഇങ്ങനെയുള്ള ഒരു യുണീക്ക് ഒരു മെത്തഡോളജീസ് ആണ് ഞങ്ങൾ കാണുന്നത്. I told him thank you very much. പക്ഷെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് UAE പറ്റില്ല, നമ്മൾ മുസ്ലിംസും ആണ്, അതുകൊണ്ട് തീരെ പറ്റില്ല ഈ ഒരു കോൺസെപ്റ്റ്. So in different jurisdictions, different lawyers have different approaches to reach to the community. അതാണ് റീച്ചിങ് ടു ദ കമ്മ്യൂണിറ്റി ആണ് ഏറ്റവും വലിയ ഒരു ചാലഞ്ച് എപ്പോഴും ഒരു ലോയർക്ക് വരുന്നത്. Luckily for us, we had been accepted by wherever we had gone. ഇനി ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് US then we set up our office in New York. Alhamdulillah, in 2016 we have started our office in New York. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം. അങ്ങനെയാണ് ഞങ്ങൾ 2017 we started in Netherlands, in Europe. അത് എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. യൂറോപ്പിൽ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആ സമയത്ത് we have our consulting practice has developed into foreign direct investments. അപ്പം ആ ഒരു ഏരിയയിൽ ഞങ്ങളുടെ ഒരു എക്സ്പെർട്ടീസ് കയറി വന്ന് ഞങ്ങൾ by 2020
2012 Dubai FDI was formed by the government of Dubai, Foreign Direct Investment Agency. And 2013 they appointed us as legal advisors and legal representatives for India. Then we come up with a property called Destination Dubai Legal Route for Investments. 2014. In 2015, they made us as the global strategic partner. അങ്ങനെയാണ് FDI ന്റെ ഒരു ഡൊമൈനിലേക്ക് വരുന്നത്. So then we found that from US and UK there were people like looking at alternative routes to reach out to Middle East and Asia. Brexit was looming in. അപ്പോൾ ഞങ്ങളുടെ യൂറോപ്പ് പ്രാക്ടീസും UK പ്രാക്ടീസും ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ഒരു സമയം ആയിരുന്നു തോന്നിയപ്പോഴാണ് when we looked at the tax regime, Netherlands was the most favorable tax regime in the Europe, plus English speaking, easily English speaking. ഫ്രാൻസിലോ ജർമ്മനിയിലോ പോയാൽ ഞങ്ങൾക്ക് ആ ഒരു ഫെസിലിറ്റി കിട്ടില്ല. സോ വി ഡിസൈഡഡ് ഓൺ നെതർലാൻഡ്സ്. നെതർലാൻഡ്സിൽ ഞങ്ങളുടെ ഓഫീസ് തുടങ്ങുന്നതിന് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സംഭവം. ഞങ്ങൾ ഫാക്ട് ഫൈൻഡിങ്ങിന് പോകുമ്പോൾ when we landed in Schiphol airport, the guys told us, so we were all looking at setting up office in Amsterdam. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഞങ്ങളെ റിസീവ് ചെയ്യാൻ വന്ന ഞങ്ങൾ ഫ്രണ്ട് പറഞ്ഞു, മിസ്റ്റർ മുസ്തഫ, ഇത് ആക്ച്വലി Schiphol airport is right in the middle of Amsterdam and Hague. You being ഞങ്ങളൊരു സാറ്റർഡേ ഈവനിങ് ആണ് എത്തുന്നത്. You being a lawyer, why can't you have spend one day in Hague and then we will come back to Amsterdam? But 14 kilometers ആണ് പറഞ്ഞത്, Amsterdam to Hague in the between. I said, okay, let's go to Hague then. അപ്പോൾ ഹേഗിൽ പോയപ്പോഴാണ് ഞങ്ങൾ അവിടെ കാണുന്നത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷൻ, പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് എല്ലാം നിൽക്കുന്നത് അവിടെ. Then I thought, like, why can't we set up our office in Hague rather than in Amsterdam? പിന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉള്ള ഒരു സ്ഥലത്ത് ഞങ്ങളുടെ ഒരു ഓഫീസ് വരിക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അതൊരു ബി ഫോർ ബോത്ത് ഓഫ് us, So we decided there, and we just announced that. ഞങ്ങൾ പറയുന്ന ഒരു LME ടെസ്റ്റ്, legally, morally, ethically correct. ആ LME ടെസ്റ്റിൽ when individual has to be correct, legally, morally, ethically, then only a corporate can be legally, morally, ethically correct. After Netherlands, where എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാലാണ് our brother Irfan made a visit to Dubai and we had a chat and all that stuff. Then he asked us, Musthafa, why you are not in Australia? Which was a very, very valid question. Again, നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ കാരണങ്ങളുണ്ടാവും. അപ്പോൾ ഞങ്ങൾ 2016 ഞങ്ങൾ ലീഗൽ ഇന്നോവേഷന്റെ ഇത് തുടങ്ങിയത്. ഫസ്റ്റ് ലീഗൽ ഇന്നോവേഷൻസ് ഇൻ മിഡിൽ ഈസ്റ്റ് ആൻഡ് ഏഷ്യ ഞങ്ങൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിന് വേണ്ടി സ്മാർട്ട് സിറ്റിയിൽ അതിന്റെ ഇതെല്ലാം ചെയ്തു. So we were in from 2012 onwards, we were in the innovation part. We have actually hosted the first Reinvent Law Dubai event way back in 2012. But ഞങ്ങൾ അത് ആ ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ see, you can see our natural progression from law practice, individual law practice, then as a law practicing firm, then consulting, then innovation. So we have complete circle. Then we researched about it. Australia have a lot of legal innovation, opportunities, and also there are a lot of players from Australia. So we Far Eastern Asia, major hub by Australia, even though it is too far for some people. ഫാർ ഈസ്റ്റും അതുപോലെ തന്നെ ഏഷ്യയിലേക്കുള്ള സൗത്ത് ഏഷ്യയിലേക്കുള്ള ഒരു സപ്ലയർ ക്യാൻ ബി ഓസ്ട്രേലിയ എന്നുള്ള ഓസ്ട്രേലിയ, സിംഗപ്പൂർ. A lot of law firms were looking at Singapore. Okay, lot of Indian law firms are there in Singapore. അപ്പോൾ ഞങ്ങൾ actually let us go one mile ahead of them. So let us look at Australia. So that's how ഓസ്ട്രേലിയയിൽ ഞങ്ങളിപ്പോൾ സിഡ്നിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മുസ്തഫ ഗ്ലോബൽ കൺസൾട്ടിംഗ് ആൻഡ് ഇന്നോവേഷൻ, ലീഗൽ ഇന്നോവേഷൻ PTY ലിമിറ്റഡ് ആണ്.
അപ്പൊ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു എത്തോസിൽ തന്നെ ലീഗൽ ഇന്നോവേഷനാണ് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. So, this is our cycle from 1992 to 2018. Now we are today, we are celebrating the second anniversary of our Australia opening. If you have anything, Almana, to add, you can please. ഇതിലിപ്പോ നമ്മുടെ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, how we had started, okay, and what we are up to. The കാര്യങ്ങൾ is already mentioned in detail. മലയാളികൾക്ക് വളരെയധികം ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് മുസ്തഫയുടെയും അൽമനയുടെയും. കേരളത്തിലെ ഒരു കൊച്ചു നഗരത്തിൽ നിന്ന് തുടങ്ങി ലോകത്ത് മുഴുവൻ മലയാളികൾ ഉള്ളിടത്തെല്ലാം വ്യാപിച്ച ഒരു ലോ ആൻഡ് കൺസൾട്ടിംഗ് ഫേം. അപ്പോ നേരത്തെ മിസ്റ്റർ മുസ്തഫ പറഞ്ഞതുപോലെ തന്നെ ദുബായിൽ നിന്ന് ഇർഫാൻ മാലിക്കിനെ മീറ്റ് ചെയ്തതാണ് ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ള ഒരു നിമിത്തമായത്. അപ്പോൾ ഇർഫാൻ വേൾഡ് മലയാളി കൗൺസിലിന്റെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ചെയർ കൂടിയാണ്. പോരാത്തതിന് ധാരാളം സ്റ്റാർട്ടപ്പുകളെയും മറ്റു ബിസിനസ്സുകളെയും പ്രൊമോട്ട് ചെയ്യുന്ന ഇൻക്യൂ എന്ന ഒരു സ്ഥാപനത്തിന്റെ കോ ഫൗണ്ടറും സിഇഒയും കൂടിയാണ്. അപ്പോൾ മാത്രമല്ല ഇർഫാൻ ഇപ്പോൾ ഇവിടെ സിഡ്നിയിൽ മുസ്തഫ അൽമനയെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പുള്ളി അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവും കൂടിയാണ്, ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇർഫാനോട് ഒരു ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ, എന്താണ് മുസ്തഫ ആൻഡ് അൽമന അതുപോലെയുള്ള ഒരു ഓർഗനൈസേഷന്റെ പ്രസക്തി? ഓസ്ട്രേലിയ പോലെ ധാരാളം മലയാളികൾ ഇവിടെയുണ്ട്, ധാരാളം ആളുകൾക്ക് കേരളമായിട്ട് ഇന്ത്യയായിട്ട് ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ മുസ്തഫ ആൻഡ് അൽമന പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ഒന്ന് വിവരിക്കാമോ? Thank you, Kiran, and again welcome Musthafa Almana for your valuable time and sharing that insightful journey. That again inspired me. Enne onnu nannayittu inspire cheythathu our journey. And there is also another element. He is a prolific singer as well. So our element all together is what builds a personality. So definitely I've been quite impressed by their own journey. Now the three things again enike Musthafa Almana connect cheythathu നമ്മുടെ community connect and that LME test. Legally, morally, ethically, community ne global Malayali community, Indian community, or diaspora community ne engane assist cheya, not just as a legal firm or a lawyer. I mean, sometimes there's a barrier as a lawyer, but this is like a legal strategist or legal buddy, your legal friend, a legal aid, a legal friend buddy. How you have access to legally doing things. അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് കൊണ്ടുവരാനുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. ദാറ്റ്സ് വാട്ട് ഐ ഗോട്ട് വെൻ ഐ കണക്റ്റഡ് വിത്ത് മുസ്തഫ അൽമന രണ്ടുപേരെയും. സോ ദാറ്റ് ഈസ് വാട്ട് റിയലി ഡ്രോവ് മീ ആൻഡ് ഇറ്റ് കുഡ് റിയലി ഡിഫൈൻ. സോ ആ കമ്മ്യൂണിറ്റി ലീഗലി മോറലി എത്തിക്കലി എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യുക ഗ്ലോബൽ ഡയസ്പോറ ആയിട്ട്, അത് വാസ് വൺ കീ തിങ്. സെക്കൻഡ് തിങ് വന്നത് നമ്മള് ഫാർ ഈസ്റ്റ് ഓസ്ട്രേലിയയിലോ and we are like definitely first generation, second generation expats are. We are building our own journey, our own life. We have taken citizenship, and we still also look as we grow ourselves. Nammal investment cheya, nammal ivda settle edittu nammal ivda invest cheya, allengil nammal globally invest cheya, allengil naatil invest cheya. So our investment nammal enganeyana legally support cheya, legally our guide here, and also to get the right strategic outcome. Adu again was another focus I could see. And the third part, which again is something my bread and butter I live and breathe, is the innovation side. And I saw legal sector is one of the least disrupted and innovation korvayulla oru area, and just about 20-25% innovation disruption. So there's again an opportunity in that. And Musthafa Almana, right from there's a division called Malik, which is a legal innovation center and or focus on it. That really drove me as well. This is kind of the right mix they have, and definitely I wanted to drive that legal innovation aspect, bringing artificial intelligence, machine learning into it, blockchain into this. This is all going to define the way legally things are done. We are all virtually now connecting, doing legal practice virtually as well. That's again something idellam maarunnundu, and the rate of change or impact of innovation into legal space is going to be profound. Again, I could see that drive, and I see it's a perfect mix. And obviously,
I mean, I've worked with legal firms, many legal firms. Everybody's got their specialty. So we will be collaborating and partnering with them. Anganathu oru approach aanu, but also bringing a global play. And World Malayali Council, obviously, ivadathe role tenne as a global Malayali diaspora connector. We have Sydney Malayali Association, other Malayali Association, all the cities. They are doing an excellent work, community building and community collaboration, bringing all that together. Now, World Malayali Council has got a global Malayali diaspora connect, and now you've got unified World Malayali Council together with some profound, impactful people globally as well, all coming together to support the community. So, angane oru idu World Malayali Council kondirunnuണ്ട്, and also oru leadership to not only to address challenges back in Kerala, or communities to support each other globally, but also to facilitate networking, educational collaboration, business opportunities, and also various sector-wise collaboration opportunities. Adum World Malayali Council facilitate in the, and I think I saw this is a great alignment with Musthafa Almana's vision and the approach. So all these alignment was perfect, and then I was keen to take that on board, and as a local director here, definitely keen to champion and also offer this to our Malayalis here across Australia, an opportunity to help the community, but also any investment opportunities as well as business morale and that legally, morally, ethically which is support definitely approach we'll be enabling for this community here as well. Adana nammada intent. We work with other law firms as well and various other partners in achieving those outcomes. മുസ്തഫ അൽമനയായിട്ട് ഒരു ചോദ്യം, ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? പിന്നെ മലയാളികൾക്ക് കുറച്ചുകൂടെ നമുക്ക് ഒരു ലേമാൻസ് ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ എന്തെല്ലാം സർവീസുകൾ നിങ്ങളിപ്പം ഒരു ലീഗൽ സർവീസ് കൊടുക്കുന്നത് പറഞ്ഞു, കൺസൾട്ടൻസി സർവീസ് കൊടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ ഇവിടെ ഓസ്ട്രേലിയയിൽ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ലോകത്തിലെ മിക്കവാറും എല്ലാ യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ തുടങ്ങിയ എല്ലായിടത്തും പ്രസൻസ് ഉണ്ട്. അപ്പം എന്തൊക്കെ സർവീസ്, ഇപ്പൊ എനിക്കൊരു ബിസിനസ് തുടങ്ങണം, എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ UK അതിനൊരു ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ചെയ്യണം. അപ്പൊ അതിന് വേണ്ട എന്തെല്ലാം സൗകര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കും? അതൊക്കെ വളരെ സാധാരണ നമ്മൾ കേൾക്കുന്നത് കൺസൾട്ടൻസി അല്ലെങ്കിൽ ലീഗൽ റിലേറ്റഡ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ്. ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആണോ? എന്തൊക്കെയാണ്? അങ്ങനത്തെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ പറ്റുമോ? പിന്നെ ഭാവി പരിപാടികൾ എന്താണ് എന്നൊന്ന് പറയാൻ പറ്റുമോ? ലീഗൽ എക്സ്പെൻസീവ് ആണെന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എല്ലാവരും. ഈ ലീഗൽ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹയർ സൊസൈറ്റിയിലുള്ള ആളുകൾ. ഞങ്ങളുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ഒരു വിഷയത്തിൽ ഞങ്ങൾ അത് പഠിക്കുന്നു, അത് പഠിക്കുന്നതിന് ഞങ്ങൾക്ക് അതിന് ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ അതിന് കോമ്പൻസേഷൻ വേണമെന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾ എപ്പോഴും ആ വ്യക്തിയുടെയോ ആ സ്ഥാപനത്തിൻ്റെയോ ബാക്ക്ഗ്രൗണ്ട് കൂടി ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഞങ്ങളിവിടെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ഒരു 15 വർഷം പാനലിൽ ഉണ്ടായിരുന്നു. അത് തുടങ്ങുന്നത് ഞങ്ങൾ ജോർജ് ജോസഫ് സാർ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമാണ് ഈ ലീഗൽ അഡ്വൈസറി പാനൽ എന്നുള്ള ഒരു രൂപത്തിൽ. ഈ 15 വർഷം ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ എല്ലാ ആഴ്ചയും ബുധനാഴ്ച ഞങ്ങളുടെ കമേഴ്ഷ്യൽ ടൈം എടുത്ത് ഫ്രീ ആയിട്ട് അവിടെ പോയിട്ട് ആളുകൾക്ക് നിയമോപദേശം കൊടുക്കുന്നു, നിയമസഹായം. അവിടെ വന്നുകൊണ്ടിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഞങ്ങൾ കാണുന്നത് എന്താന്ന് പറഞ്ഞാൽ വലിയ വലിയ കേസുകളൊക്കെ 500,000 ചെക്ക് മടങ്ങിയാണ്, 1 million ഡിസ്പ്യൂട്ട് ഉള്ളതാണ്. സർവീസ് പ്രൊവൈഡഡ് ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പൊ അതിൽ ഞങ്ങൾ ഡോക്യുമെന്റ്സ് നോക്കും, ഞങ്ങൾ ലീഗൽ ഒപ്പീനിയൻ പറയും, ലീഗൽ അഡ്വൈസ് പറയും, ലീഗൽ സ്ട്രാറ്റജി പറയും. അപ്പൊ അതിൽ പിന്നെ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ ജോർജ് ജോസഫ് സാർ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അത് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത സാധാരണക്കാരോ അതോ അതിലും സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് ആയിരുന്നു. അപ്പൊ എന്ത് പറ്റിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ സർവീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി വന്നു അതിന്റെ ഇടയിൽ. എന്നാലും അതങ്ങനെ ഒരു ഡിസ്ട്രപ്ഷനോ ഒരു ബുദ്ധിമുട്ടോ ഇല്ലാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോൺസെപ്റ്റ് എന്താന്ന് പറയുന്നത് ലോയേഴ്സ് എപ്പോഴും ചീപ്പായിട്ട്, ഇത് ക്രൈം ഇമ്മമോറിയൽ ഉള്ളതാണ്. അത് ജനങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നതിൽ എനിക്ക് തോന്നുന്നു ഒരുപാട്
വേറെ ഘടകങ്ങളുണ്ട്. അത് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, അത് പിന്നെ വേറെ ഒരു അൺവാണ്ടഡ് രീതിയിലേക്ക് പോകും. അത് എന്തുകൊണ്ടാന്ന് പറയുന്നത്, സാധാരണക്കാർ വക്കീലന്മാരടുത്ത് പോകാൻ പാടില്ല, അവർക്ക് പ്രോപ്പറായിട്ടുള്ള നിയമം അറിയാൻ പാടില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റു ചിലരുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളെ ഒരു ഇല്ലിറ്ററേറ്റ് കമ്മ്യൂണിറ്റി ആക്കിയിട്ട് വെച്ചാൽ മാത്രമേ പ്രശ്നങ്ങളെ പരിഹാരത്തിന്റെ അവരടുത്ത് നിങ്ങൾ പോകും. പക്ഷെ ഞാൻ പറയാം, UK-യിലായാലും ഓസ്ട്രേലിയയിലായാലും they have a tendency, ഇപ്പൊ ഒരു വില്ല് എഴുതാണെങ്കിൽ പോലും, ഒരു വീട് വാങ്ങിക്കുമ്പോൾ പോലും they have a tendency. അപ്പൊ ആ ഒരു കൾച്ചർ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ ഇല്ല ആക്ച്വലി. ഇപ്പൊ അതിങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. സോ നൗ they know the importance of having a lawyer while starting a new business. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഒരു അഡ്വൈസ് എടുക്കാനുള്ള ഇപ്പത്തെ ഒരു യങ് ജനറേഷന് they have a tendency. പക്ഷെ മുമ്പിൽ എന്ന് വെച്ചാൽ അതൊരു ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ അക്കൗണ്ടന്റ് ഫേം ഒക്കെയാണ് അതിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ഒരുപാട് വീഴ്ചകളും വരാറുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ they could understand, then now they have a tendency. അവിടെയാണ് ഇപ്പൊ ഇർഫാൻ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് വേണ്ടത് ലോയർ അല്ല, നിങ്ങൾക്ക് വേണ്ടത് ലീഗൽ അഡ്വൈസർ അല്ല, നിങ്ങൾക്ക് വേണ്ടത് ലീഗൽ സ്ട്രാറ്റജിസ്റ്റ് ആണ്. When anything, for be it on the personal side or on the professional business side, corporate side, രണ്ട് സ്ഥലത്ത് നിങ്ങൾക്ക് ലീഗൽ സ്ട്രാറ്റജിസ്റ്റ് ആണ്. എല്ലാ സ്ഥലത്തും ലീഗലി എക്സ്പെൻസീവ് ആണ്. ബീറ്റ് ഇൻ UK, ബീറ്റ് ഇൻ US, ബീറ്റ് ഇൻ ഓസ്ട്രേലിയ. അവിടെയാണ് ലോ ഒരു ഫ്രണ്ടായിട്ട് കാണണം, ലോ ഒരു പോസിറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് കാണണം, എന്നിട്ട് അതിനെ ജനങ്ങൾക്ക് വേണ്ടി രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഇതായിട്ട് വരുന്നില്ല. ആ ഒരു തോട്ട് പ്രോസസ് ആണ് ഞങ്ങളുടെ ഇപ്പം മാലിക് മുസ്തഫ ലീഗൽ ഇന്നോവേഷൻ സെന്റർ ആയാലും, ഞങ്ങളുടെ മാസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം ഉണ്ട്, മുസ്തഫാന്റെ സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പ്ലാറ്റ്ഫോം ഉണ്ട് കോൾഡ് IAS, which is internal arbitration system. അവിടെയൊക്കെ തന്നെ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ അവൈൽ ചെയ്യുന്ന സർവീസസിന് അതിന് നിങ്ങളുടെ ബജറ്റിന് കണക്കായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഫീ സ്ട്രക്ചേഴ്സും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. We have introduced kind of a retainer called capped retainers. ഈ capped retainership എന്ന് പറയുന്നത്, we are asking our clients to buy 100 hours in advance, to pay as you go, then use us whenever you think you need a legal advice. So it will be a kind of a SMEs and MSMEs, it will be an extended legal department. They don't need to hire a legal professional with a very high salary. They are from Kerala, a very good business family. Actually, father was running the business. Father aged ayadonde molu vannu, so she was handling it very beautifully actually. Appo adinu munpu avaru korchu legal karyangalokku undarnu, and we sorted it out. Okay, so now recently they faced an issue. Appo avaru vilichu, then I gave free legal advice, how to go about it and everything, and she was very happy and she has done it. Other kind, there is a next step to be sorted out. Then she again called me up and said, and then I said, okay, this has to be handled very carefully, it should not backfire you, so I need all the documents. And I said, I will send you the checklist of the documents which I want to give a legal opinion and how to sort out the issues. Then I said, instead, why can't you do like this? Because other than under a capital retainer clientele, I said, okay, now you are running the show. Okay, so you should focus on your business. So the advantage of you are getting is that, okay, you will have a proper legal support system with you. So why can't you opt for this option? Then she said, I'm okay, I'm happy with that, okay, and thank you. And she was very happy. Then she said, okay, let me check with my dad. Then I said, okay, we are sorry to say this, your dad is an old school, but he had made very good fortune, everything. But the thing is that he may not be able to digest this concept. Then I said, okay, it is your matters. Okay, think about it and you just get back to me. Then after half an hour, she called me up and said, okay, yeah, I'm so sorry,
it is exactly what has happened. My father was not able to understand the concept and all. Actually, I would love to take this, but as being a family business, and I said I totally understood, because this is the scenario. And we are trying to help our people, now in order to spend few thousands, okay, you are saving millions of thousands of that, okay. So they should understand the importance. Civil item, criminal item, they will be able to save their company and themselves from all those issues, and they can run their business. Appo awareness, business community, individual ayalum, corporate ayalum, it should come into their mind. See, now you asked me about what is your future plans. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരത്തെ പറഞ്ഞ മലയാളികൾ എവിടെയുള്ള നിങ്ങളെ ലൈഫ് ബോയിയുടെ ഒരു പഴയ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായി. ലൈഫ് ബോയ് ഹേ ജഹാ തന്ദുരുസ്തി ഹേ വഹ. അതുപോലെ ഞങ്ങൾ പറയുന്നത് wherever Indians are there, Musthafa and Almana should be there. അതെന്താണ്? We are connecting Indians world over legally to their heritage. The expats in the നിങ്ങളുടെ ഫാമിലിയിൽ ഒരാളെ നിങ്ങൾ ലോ പഠിപ്പിക്കും. ഇവിടുത്തെ UK-ലുള്ള ലോയും ഓസ്ട്രേലിയൻ ലോയും ലോയേഴ്സിനൊക്കെ വളരെ ഹൈ ഡിമാൻഡാണ്. Same time, let them also have a kind of a taste in India. Send them for some kind of, internships. Normally, Indian students, foreign law firms, internship എടുക്കുന്നതിന് പകരം നമ്മൾ എവിടെ നിന്നാണോ വരുന്നത് അവിടെ പോയിട്ട് നമ്മളുടെ ഈ ലോ സ്റ്റുഡൻസിനോട് അവിടെയുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവിടുത്തെ എന്താണുള്ള കാര്യങ്ങൾ then they will become one of the best global lawyers. ഞങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് generation next lawyers-നെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് one of the most important role as founders of this firm we believe. അതിലിപ്പോ ഞങ്ങളെ we have two boys, both of them are lawyers. Both of them have studied in UK and US. Warwick College പഠിച്ചത്. അവരാണ് ഈ ഒരു ജനറേഷൻ നെക്സ്റ്റ് ലോയറിംഗിന്റെ അല്ലെങ്കിൽ ലോ ഫേമിന്റെ ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. ലീഗൽ ഇന്നോവേഷനും സ്റ്റാർട്ടപ്പ് ഡൊമൈനിലുമാണ് അവർ മെയിൻ ആയിട്ടുള്ളത്. So mixing the conventional practice and the modern technology. ഇപ്പൊ തന്നെ കഴിഞ്ഞ ആഴ്ച I had the privilege of arguing a case before the Kerala High Court through video conferencing. So legal innovation has already reached. ഞങ്ങള് കഴിഞ്ഞ വർഷം വരെ അല്ലെങ്കിൽ ഒരു 4 മാസം കോവിഡിന് മുമ്പേ ലീഗൽ ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ ലുക്സ് അറ്റ് us strangely. What legal innovation? What is that? പിന്നെ ഡിസ്റപ്റ്റിംഗ് ലോ എന്ന് പറയും. What, you are going to disrupt law? I said not in that sense. Disrupting law എന്ന് പറഞ്ഞത് അങ്ങനത്തെ ഡിസ്റപ്ഷൻ അല്ല. But now Kerala High Court ഇപ്പം even now you can attend hearings. You can attend hearings. നിങ്ങൾ പാർട്ടി ആണെന്നൊന്നും ഇല്ല. Just go, click the link, you will see the court proceedings. Different issues ആണ് ഓരോരുത്തർക്കും ഉള്ളത്. അതിനൊക്കെ തന്നെയുള്ള ഒരു ലോയറെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു എക്സ്പെർട്ടീസ് ലോ, ഒരു സ്പെഷ്യലൈസ്ഡ് ലോയറെ കാണുക എന്നുള്ളത്. So what we have built up is like now ഞങ്ങൾ 2 പേരായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തിൽ ഞങ്ങളിപ്പോ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും we have about 100+ lawyers, financial experts, other counselors, coaches, mentors. അതെല്ലാം തന്നെ വെരി ഹൈലി കാലിബർ ആയിട്ടുള്ള ആളുകളാണുള്ളത്. അവരുടെയൊക്കെ തന്നെ നോളജ് ഷെയർ ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സെർവ് ചെയ്യുക. പിന്നെ ഓഫ് കോഴ്സ് എവറിത്തിങ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഹൗ കമേഴ്ഷ്യലി യു ആർ സക്സസ് എന്നുള്ളതാണ്. ഒരാളുടെ സക്സസ് എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് അയാളുടെ പ്രോപ്പർട്ടിയും അയാളുടെ ബാങ്ക് ബാലൻസും നോക്കിയിട്ട്, നോട്ട് ഓൺ ദി അക്കാഡമിക് ബ്രില്യൻസ്. ബട്ട് സോ we are compelled to take some compensation. ഇപ്പൊ ഞങ്ങൾ നെതർലാൻഡ്സിൽ പോയപ്പോഴാണ് അവിടുത്തെ ജയിലുകളൊക്കെ ഇപ്പോ മറ്റേ അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ആക്കി മാറ്റി. Whereas in our country and all, amusement parks are converted into jail. So going forward,
our main aim is to support people to live their life, in the right perspective, So ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇത്രയധികം നേരം മെട്രോ മലയാളത്തിൻ്റെ പ്രേക്ഷകരുമായിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പങ്കുവെച്ചതിന് വളരെയധികം നന്ദി ശ്രീ മുസ്തഫ, അൽമന, ഇർഫാൻ മാലിക്. താങ്ക് യു. Appreciate that. Namaskar. Thank you.